പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ 30 ചോദ്യങ്ങളടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ്. 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ആസ്പദമാക്കിയിട്ടുള്ള 30 ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDC അതേപോലെ LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു റിവിഷനായിട്ട് മാറും. എത്രമാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അതും ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? ഉത്തരം ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നതെങ്കിൽ അത് ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ചെറുകുടലിൽ വെച്ചാണ് ആഗിരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടുത്ത ചോദ്യം, വെസ്റ്റ് ടാള്, വെസ്റ്റ് കോസ്റ്റ് ടാള്, ഈസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവ ഏത് സസ്യ ഇനം ആണ്? വെസ്റ്റ് കോസ്റ്റ് ടാള്, ഈസ്റ്റ് കോസ്റ്റ് ടാള് എന്നിവ ഏത് സസ്യ ഇനം ആണ്? ഉത്തരം തെങ്ങാണ്. മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് ഇത്തരം സസ്യ ഇനങ്ങളെപ്പറ്റി, വർഗ്ഗ സങ്കരണം നടത്തിയ സസ്യ ഇനങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് ടാളും ഈസ്റ്റ് കോസ്റ്റ് ടാളും തെങ്ങിൻ്റെ 2 ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, വൃക്കയുടെ ശരിയായ പ്രവർത്തനത്തിന് മുതിർന്നവർ കുറഞ്ഞത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? വൃക്കയുടെ ശരിയായ പ്രവർത്തനത്തിന് മുതിർന്നവർ കുറഞ്ഞത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? ഉത്തരം 3 ലിറ്ററാണ് മുതിർന്നവർ കുടിക്കേണ്ടത്. അടുത്ത ചോദ്യം, കൊമ്പ് ഒട്ടിക്കലിന് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ പറയുന്ന പേരെന്താണ്? കൊമ്പ് ഒട്ടിക്കലിന് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്താണ് പറയുന്നത്? ഉത്തരം സ്റ്റോക്ക് എന്നാണ് വേരോട് കൂടിയ ചെടിയെ പറയുന്നത്. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഏത് പ്രായമാകുമ്പോൾ മുതലാണ്? കുട്ടികൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഏത് പ്രായമാകുമ്പോൾ മുതലാണ്? ഉത്തരം 6 മാസം മുതൽ പല്ല് മുളയ്ക്കാൻ തുടങ്ങും. അടുത്ത ചോദ്യം, ഉജ്ജ്വല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉജ്ജ്വല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പച്ചമുളകാണ്. അടുത്ത ചോദ്യം, മനുഷ്യന് എത്ര ഉളിപ്പല്ലുകൾ ഉണ്ട്? മനുഷ്യന് എത്ര ഉളിപ്പല്ലുകളാണുള്ളത്? ഉത്തരം 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. നമ്മുടെ ഫ്രണ്ടിലുള്ള 4, താഴെയുള്ള 4 ടീത്ത്, അതേപോലെ മുകളിലുള്ള 4 ടീത്ത്, ഇവയാണ് ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്. ടോട്ടൽ 8 ഉളിപ്പല്ലുകളാണ് മനുഷ്യനുള്ളത്. അടുത്ത ചോദ്യം, അന്നപൂർണ ഏത് വിളയുടെ സങ്കര ഇനമാണ്? അന്നപൂർണ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം നെല്ല്. അന്നപൂർണ നെല്ലിൻ്റെ സങ്കര ഇനമാണ്. അന്നം, നമ്മുടെ അരിയല്ലേ നമ്മുടെ അന്നം. അപ്പോൾ അന്നപൂർണ എന്ന് പറയുന്നത് നെല്ലിൻ്റെ സങ്കര ഇനമാണ്. അടുത്ത ചോദ്യം, ജ്വാലാമുഖി എന്ന വിത്തിനം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ജ്വാലാമുഖി എന്ന വിത്തിനം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പച്ചമുളകാണ്. ഇപ്പോൾ പച്ചമുളക് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ജ്വാലാമുഖി അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കാം. ജ്വാലാമുഖി പച്ചമുളകിൻ്റെ സങ്കര ഇനം വിളയാണ്. അടുത്ത ചോദ്യം, ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ലാക്റ്റിക് ആസിഡ് ആണ്. മോരിലടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, മാലിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? മാലിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറിൻ്റെ സങ്കര ഇനമാണ് മാലിക. അടുത്ത ചോദ്യം, കിരൺ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വെണ്ടയുടെ സങ്കര ഇനമാണ് കിരൺ. അടുത്ത ചോദ്യം, വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലെത്താൻ സഹായിക്കുന്ന അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനത്തിൻ്റെ പേരെന്ത്? വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലെത്താൻ സഹായിക്കുന്ന അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം പെരിസ്റ്റാൾസിസ്. അടുത്ത ചോദ്യം, കൊമ്പൊട്ടിക്കലിൽ വേരോട് കൂടിയ ചെടിയിലേക്ക് ഒട്ടിക്കുന്ന കൊമ്പിനെ എന്ത് വിളിക്കുന്നു? കൊമ്പൊട്ടിക്കലിൽ വേരോട് കൂടിയ ചെടിയിലേക്ക് ഒട്ടിക്കുന്ന കൊമ്പിനെ എന്ത് വിളിക്കുന്നു? ഉത്തരം സയൺ എന്നാണ് വിളിക്കുന്നത്. കൊമ്പൊട്ടിക്കലിൽ വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് എന്നും അതിലേക്ക് ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ എന്നുമാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വൻകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ്? വൻകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ്? ഉത്തരം 1.5 മീറ്ററാണ് വൻകുടലിൻ്റെ ഏകദേശ നീളം. അടുത്ത ചോദ്യം,
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഉത്തരം ഇനാമലാണ്. പല്ലിലെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള പദാർത്ഥം. അടുത്ത ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറാണ്. അടുത്ത ചോദ്യം, പുളിയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? പുളിയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാർട്ടാറിക് ആസിഡാണ് പുളിയിലടങ്ങിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, മനുഷ്യന് ആഹാരം ചവച്ചരിക്കാൻ ആവശ്യമായ പല്ലായ അഗ്രചവർണകങ്ങൾ എത്രണ്ണമുണ്ട്? മനുഷ്യന് ആഹാരം ചവച്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള പല്ലാണ് അഗ്രചവർണകങ്ങൾ. ഇത് എത്ര എണ്ണമാണ് ഉള്ളത്? ഉത്തരം 8 അഗ്രചവർണകങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ജലം ഉണ്ടാകുന്നത് എന്നർത്ഥമുള്ള മൂലകം ഏതാണ്? ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥമുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ് ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥമുള്ള മൂലകം. അടുത്ത ചോദ്യം, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം അസറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, അപ്പക്കാരം രാസപരമായി എന്താണ്? അപ്പക്കാരം രാസപരമായിട്ട് എന്താണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തുന്നത്. ഉത്തരം ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാനിക് ആസിഡ് ആണ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. അടുത്ത ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH ആണ് താഴെ തന്നിട്ടുള്ളത്. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം pH 5 ഉള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. നമുക്കറിയാം pH 7 താഴെയാണെങ്കിൽ അത് ആസിഡ് സ്വഭാവവും pH 7 മുകളിലാണെങ്കിൽ അത് ആൽക്കലി സ്വഭാവവുമാണ്. അപ്പോൾ കുമ്മായം എന്ന് പറയുന്നത് ആൽക്കലി സ്വഭാവമുള്ളതാണ്. pH 5 എന്ന് പറയുന്നത് ആസിഡ് സ്വഭാവമുള്ള മണ്ണാണ്. അപ്പോൾ അത് ന്യൂട്രലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായമാണ് ചേർക്കേണ്ടത്. ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആൽക്കലി സ്വഭാവമുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? ഉത്തരം 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH. ജലം നിർവീര്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ്. സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. സിങ്ക് ഒരു ലോഹമാണ്. ലോഹം ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും. അടുത്ത ചോദ്യം, പ്രിയങ്ക ഏതിനം പച്ചക്കറിയാണ്? പ്രിയങ്ക ഏതിനം പച്ചക്കറിയാണ്? ഉത്തരം പാവലിൻ്റെ ഒരു ഇനമാണ് പ്രിയങ്ക എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ഉത്തരം കമൻറ്റ് ചെയ്യുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.